ഹായ് ഹലോ വൺ പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം ഫിസിക്സ് ആണ്. ഫിസിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ അഥവാ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഈ ചാപ്റ്റർ ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ഇലക്ട്രിക് കറണ്ടിനെ കുറിച്ച് 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പഠിക്കാൻ പോകുന്നത് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ്. എന്താണ് വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ, അതിനെക്കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, ചാപ്റ്ററിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു കിച്ചൺ ആണ് കൊടുത്തേക്കുന്നത്. അവിടെ കുറച്ചധികം ഇലക്ട്രിക്കൽ അപ്ലയൻസസ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലെ ഊർജ്ജ മാറ്റം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഒരു ഇലക്ട്രിക്കൽ അപ്ലയൻസസിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഇലക്ട്രിക് ബൾബ് എടുത്ത് നോക്കാം. ഇലക്ട്രിക് ബൾബ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലെന്താണ് ഇലക്ട്രിസിറ്റി കാരണം, ഇലക്ട്രിക് കറണ്ട് കാരണം ഉണ്ടാകുന്ന എഫക്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണോ അത് നമുക്ക് തരുന്നത്. ഇലക്ട്രിക് ബൾബ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? പ്രകാശം കിട്ടാൻ വേണ്ടിയിട്ട്, ടു ഗെറ്റ് ലൈറ്റ്, അതിന് വേണ്ടിയിട്ടാണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ഇലക്ട്രിക് ബൾബിനെ സംബന്ധിച്ച് അതിലുള്ള എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈറ്റ് എഫക്റ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് കുറച്ച് ഉപകരണങ്ങൾ നോക്കാം. ആദ്യം തന്നെ ഇലക്ട്രിക് ബൾബ്. ഇലക്ട്രിക് ബൾബിൽ എന്താണ് സംഭവിക്കുന്നത്? ഇലക്ട്രിക് കറണ്ട് ചെല്ലുന്നു, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി ഇലക്ട്രിക് ബൾബിൽ ചെല്ലുന്നു, നമുക്ക് ലൈറ്റ് ആയിട്ട് തരുന്നു. അപ്പൊ ഇലക്ട്രിക്കൽ എനർജി കൺവേർട്സ് ടു ലൈറ്റ് എനർജിയാണ് സംഭവിക്കുന്നത്. അടുത്ത നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് ഇലക്ട്രിക് അയൺ ബോക്സ്. ഇലക്ട്രിക് അയൺ ബോക്സിൽ എന്താ സംഭവിക്കുന്നത്? എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇലക്ട്രിസിറ്റി കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിൽ ചൂട് കൂടും അല്ലേ? ചൂട് കൂടിയിട്ട് നമ്മൾ തേക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഇലക്ട്രിക് അയൺ ബോക്സിൽ? ഹീറ്റ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇലക്ട്രിക് അയൺ ബോക്സിനെ സംബന്ധിച്ച് അവിടെയുള്ള ഇലക്ട്രിസിറ്റിയുടെ എഫക്റ്റ് എന്താണ്? ഹീറ്റ് എഫക്റ്റ് ആണ്, അഥവാ ഇലക്ട്രിക്കൽ എനർജി കൺവേർട്സ് ടു ഹീറ്റ് എനർജി. അപ്പൊ നമുക്ക് ഇലക്ട്രിക് ഫാനിന്റെ കേസ് നോക്കാം. ഇലക്ട്രിക് ഫാനിന്റെ കേസിൽ പലരും വിൻഡ് എനർജി എന്ന് വിചാരിക്കും, പക്ഷെ വിൻഡ് എനർജി അല്ല. എന്താണ്? ഒരു മോട്ടർ ഉണ്ട്, മോട്ടർ കറങ്ങിയിട്ടാണ് ഇലക്ട്രിക് ഫാൻ വർക്ക് ആവുന്നത്. അപ്പൊ ഇലക്ട്രിക്കൽ എനർജി കൺവേർട്സ് ടു മെക്കാനിക്കൽ എനർജി. അത് മാറിപ്പോവരുത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആദ്യം ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിങ്ങിൽ പറയുന്നത്. അപ്പൊ ഇത് കൂടാണ്ട് നമുക്ക് കുറച്ച് ഇക്വേഷൻസും ലോസും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അപ്പൊ അതിന് നമ്മൾ 9th കുറച്ച് ബേസിക്സ് പഠിക്കണം. അപ്പൊ ബേസിക് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. എന്താണ് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്? ഒരു ഉപകരണത്തിന് എന്താണോ അത് നമുക്ക് യൂസ് തരുന്നത്, അല്ലെങ്കിൽ അതിൽ നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യിപ്പിക്കുമ്പോൾ അതെങ്ങനെയാണോ തിരിച്ച് റിയാക്ഷൻ തരുന്നത്, യൂസ് തരുന്നത്, അതനുസരിച്ചായിരിക്കും ആ ഉപകരണത്തിലെ എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട് വരുന്നത്. അപ്പൊ ഇനി നമുക്ക് 9ാം ക്ലാസ്സിലെ കുറച്ച് ഇക്വേഷൻസും കുറച്ച് പ്രോബ്ലംസ് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമ്മൾ 9ാം ക്ലാസ്സിൽ കറണ്ട് എന്താണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഫ്ലോ ഓഫ് ചാർജസ് എന്നാണ് നമ്മൾ കറണ്ടിനെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. കറണ്ടിനെ നമ്മൾ എങ്ങനെയായിരുന്നു ഡിനോട്ട് ചെയ്തിരുന്നത്? കറണ്ടിനെ ഡിനോട്ട് ചെയ്തിരിക്കുന്ന ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ I ആണ്. ഓക്കെ, അപ്പൊ കറണ്ടിന്റെ SI യൂണിറ്റ് എന്തായിരുന്നു? മറന്നിട്ടുണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. കറണ്ടിന്റെ SI യൂണിറ്റ് ആംപിയർ ആണ്, ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ A. അപ്പൊ ഏത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിലും 2A അല്ലെങ്കിൽ 2 ആംപിയർ എന്നൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ ഓർത്തേക്കണം, നമുക്ക് തന്നിരിക്കുന്ന സാധനം കറണ്ട് ആണ്. കറണ്ട് I, ഡിനോട്ടഡ് ബൈ I, SI യൂണിറ്റ് ആംപിയർ. ഇപ്പൊ കഴിഞ്ഞ കൊല്ലം 9ാം ക്ലാസ്സിൽ കറണ്ടിന്റെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, I ഈക്വൽ ടു Q/T. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, ചിലപ്പം ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ ആവശ്യം വന്നിരിക്കും. I ഈക്വൽ ടു Q/T. Q എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാർജ് ആണ്, ക്വാണ്ടിറ്റി ഓഫ് ചാർജ് ആണ്. അതിന്റെ ചാർജിന്റെ SI യൂണിറ്റ് കുളോം. പഠിച്ചിട്ട് ഓർക്കുന്നുണ്ടെന്ന് ഓർക്കുന്നു. ചാർജിന്റെ SI യൂണിറ്റ് കുളും. പിന്നെ ടൈം, Q/T. T ടൈം ആണ്, ടൈമിന്റെ SI യൂണിറ്റ് സെക്കൻഡ്സ്. ഏത് പ്രോബ്ലം ചെയ്യുമ്പോഴാണെങ്കിലും ടൈം മിനിറ്റിലോ അവറിലോ തന്നോട്ടെ, അത് സെക്കൻഡ്സിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ ഫൈനൽ ആൻസർ തെറ്റിപ്പോവും. അപ്പൊ മിനിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ സെക്കൻഡ്സിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്? മിനിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ടൈമിനെ സെക്കൻഡ്സിലോട്ട് കൺവേർട്ട് ചെയ്യാൻ മൾട്ടിപ്ലൈ ബൈ 60 ചെയ്താൽ മതി. ഇനി അവേഴ്സിലാണ് തന്നതെങ്കിലോ മൾട്ടിപ്ലൈ ബൈ 3600 ചെയ്താൽ മതി. ടൈമിനെ മിനിറ്റിൽ നിന്ന് സെക്കൻഡ്സിലോട്ട് കൺവേർട്ട് ചെയ്യാൻ. ഇപ്പം I ഈക്വൽ ടു Q/T ഈക്വേഷൻ ഓർത്തിരിക്കുക. കഴിഞ്ഞ കൊല്ലം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഓംസ് ലോ. ഓംസ് ലോയിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചിരുന്നത്? when temperature remains constant, the current passing through the circuit is directly proportional to the potential difference between its ends. ഇതായിരുന്നു നമ്മൾ പഠിച്ചിരുന്ന ഓംസ് ലോ. അപ്പോൾ ഓംസ് ലോയുടെ ഇക്വേഷൻ V ഈക്വൽ ടു I ഇൻറ്റു R ആണ്. നമ്മൾ പഠിച്ച ഇക്വേഷൻ V ഈക്വൽ ടു I ഇൻറ്റു R ആണ്. I എന്താന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. I കറണ്ട് ആണ്, കറണ്ടിന്റെ SI യൂണിറ്റ് ആംപിയർ ആണ്. V എന്ന് പറയുന്നത് എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ SI യൂണിറ്റ് വോൾട്ട് ആണ്, ഡിനോട്ടഡ് ബൈ V. അപ്പൊ ഏത് ക്വസ്റ്റ്യനിലും 230 വോൾട്ട് എന്നൊക്കെ കണ്ട ഓർത്തിരിക്കണം, തന്നിരിക്കുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണെന്നുള്ള ഓർമ്മ വേണം. പിന്നെ നമുക്ക് V ഈക്വൽ ടു I ഇൻറ്റു R ആണ്. R എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് ആണ്, റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ, അങ്ങനെ എന്തു ആവാം, റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസിന്റെ SI യൂണിറ്റ് ഓം ആണ്. അതിന്റെ സിമ്പിൾ ആണ് തന്നിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ഈ സിമ്പിൾ കണ്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും ആലോചിക്കണം തന്നിരിക്കുന്നത് റെസിസ്റ്റൻസ് ആണെന്ന്. അപ്പൊ ഈ ഇക്വേഷൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് നോക്കാം.
അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദ റെസിസ്റ്റൻസ് ഇഫ് 128 വോൾട്ട് ഈസ് റിക്വയർഡ് ടു പുഷ് 4 ആംപിയർ ഓഫ് കറണ്ട് ത്രൂ എ റെസിസ്റ്റർ. അപ്പം 4 ആംപിയർ ഓഫ് കറണ്ട് ആണ് നമ്മുടെ റെസിസ്റ്റൻസിലൂടെ കടന്നു പോകുന്നത്. അവിടെയുള്ള വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 128 വോൾട്ട് ആണ്. അങ്ങനെയാണ് എന്താണ് ചോദിച്ചേക്കുന്നത്? റെസിസ്റ്റൻസ്. വാട്ട് ഈസ് ദ റെസിസ്റ്റൻസ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ക്വസ്റ്റ്യൻ ഞാൻ മലയാളത്തിൽ വായിക്കാം. ഒരു റെസിസ്റ്ററിലൂടെ 4 ആംപിയർ കറണ്ട് തള്ളാൻ 128 വോൾട്ട് ആവശ്യമാണെങ്കിൽ പ്രതിരോധം എത്ര? അപ്പൊ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു, തന്നിരുന്ന വാല്യൂസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. 128 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്, പിന്നെ തന്നിട്ടുള്ളത് 4 ആംപിയർ ആണ്. അവിടെ ഇംഗ്ലീഷ് മീഡിയത്തിൽ അവിടെ തന്നിട്ടുണ്ട് 4 ആംപിയർ ആണ്. അപ്പൊ തന്നിരിക്കുന്ന വാല്യൂസ് എന്താണെന്ന് വെച്ചാൽ എടുത്തെഴുതുക. അപ്പൊ 128 വോൾട്ട്, 128 വി എന്ന് കാണിച്ചേക്കുന്നത്. അപ്പൊ വി എന്ന് വരുമ്പോൾ ഏതാണെന്ന് വിചാരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. എപ്പോഴും വി കാണുമ്പോൾ വിചാരിച്ചേക്കണം തന്നിരിക്കുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. സോ വി അഥവാ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈക്വൽ ടു 128 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്. പിന്നെ എന്താണ് തന്നിട്ടുള്ളത്? 4A അല്ലെങ്കിൽ 4 ആംപിയർ എന്നാണ് തന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞിരുന്നു ആംപിയർ എന്ന് കാണുമ്പോൾ അത് കറണ്ട് ആണ് നമുക്ക് തന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. സോ ഐ ആണ് തന്നേക്കുന്നത്. ഐ ഈക്വൽ ടു 4 ആംപിയർ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? R ആണ് കണ്ടുപിടിക്കേണ്ടത്. R എന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മൾ ഓംസ് ലോ ഓർക്കുക. ഓംസ് ലോയിൽ നമ്മൾ പഠിച്ചിരുന്ന ഇക്വേഷൻ എന്താണ്? V ഈക്വൽ ടു I ഇൻറ്റു R എന്ന ഇക്വേഷൻ ആണ് പഠിച്ചിരുന്നത്. അപ്പൊ ആ ഇക്വേഷൻ ആണ് വിനെയും ഐനെയും ആറിനെയും കണക്ട് ചെയ്യുന്ന രീതിക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് R ആണ്. നമുക്ക് R ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടുത്തെ ഐനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താവും? R ഈക്വൽ ടു V ബൈ I എന്നാവും. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്? റെസിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ടത്. ശ്രദ്ധിക്കുക, പൊട്ടൻഷ്യൽ ഡിഫറൻസും കറണ്ടും തന്ന് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ആണ് R ഈക്വൽ ടു V ബൈ I. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്ത് വരും? R ഈക്വൽ ടു വിയുടെ വാല്യൂ 128 ഡിവൈഡഡ് ബൈ ഐയുടെ വാല്യൂ 4 ആണ്. ഈക്വൽ ടു ഡിവിഷൻ ചെയ്യുമ്പോൾ 32 കിട്ടും. ഇത്ര എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ മാർക്ക് കിട്ടത്തില്ല. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? SI യൂണിറ്റ് എഴുതിയാലേ പ്രോബ്ലം ചെയ്യുമ്പോൾ ഫിസിക്സിന്റെ കേസിൽ കംപ്ലീറ്റ് ആവത്തുള്ളൂ. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസിന്റെ SI യൂണിറ്റ് എന്തായിരുന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്? ഓം. റെസിസ്റ്റൻസിന്റെ SI യൂണിറ്റ് ഓം ആണ്. ഇതാണ് അതിന്റെ സിമ്പല്. അപ്പം ഇത്ര എഴുതിയിട്ടുണ്ടെങ്കിലേ ഫുൾ മാർക്ക് കിട്ടത്തുള്ളൂ. റെസിസ്റ്റൻസ് എഴുതുന്ന കാര്യം ആരും വിട്ടുപോകരുത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, if a circuit has a voltage of 400 volt and a resistance of 18 ohm, what is the current? മലയാളത്തിൽ വായിക്കാം. ഒരു സർക്യൂട്ടിന് 400 വോൾട്ട് വോൾട്ടേജും 80 ഓം പ്രതിരോധവും ഉണ്ടെങ്കിൽ കറണ്ട് എത്രയാണ്? അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വാല്യൂസ് എന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് തന്നിരിക്കുന്നത് ഇഫ് എ സർക്യൂട്ട് ഹാസ് എ വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് തന്നിരിക്കുന്നത്. V ഈക്വൽ ടു 400 വോൾട്ട് ആണ് തന്നിരിക്കുന്നത്. ആൻഡ് എ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. തന്നിരിക്കുന്നത് R ആണ്. R ഈക്വൽ ടു 18 ഓം ആണ് തന്നിരിക്കുന്നത്. എന്നിട്ട് എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്? വാട്ട് ഈസ് ദ കറണ്ട്? കറണ്ട് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് കണ്ടുപിടിക്കേണ്ടത് I ആണ്. ഓക്കെ, V തന്നിട്ടുണ്ട്, R തന്നിട്ടുണ്ട്, I ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ ഓംസ് ലോഡ് ഇക്വേഷൻ V ഈക്വൽ ടു I ഇൻറ്റു R എന്നുള്ളതായിരുന്നു. I ആണ് കണ്ടുപിടിക്കേണ്ടത്. V ആറും തന്നിട്ടുണ്ട്. സോ ഇത്തവണ നമ്മൾ ആറിനെ ഇപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോകുന്നു. ഇക്വേഷൻ എങ്ങനെയാകും? V ബൈ R ഈക്വൽ ടു I എന്ന് വരും. അപ്പൊ കറണ്ട് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ, വോൾട്ടേജും റെസിസ്റ്റൻസും തന്ന് കറണ്ട് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ I ഈക്വൽ ടു V ബൈ R ആണ്. സോ I ഈക്വൽ ടു V ബൈ R which is equal to 400 divided by 18. ആൻസർ വരുമ്പോൾ 5 വരും. റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറയാണ്, ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഫുൾ മാർക്ക് കിട്ടില്ല. കറണ്ടിന്റെ SI യൂണിറ്റ് എന്താണോ അതും കൂടി എഴുതണം. എന്തായിരുന്നു കറണ്ടിന്റെ SI യൂണിറ്റ്? ആംപിയർ. 5A അല്ലെങ്കിൽ 5 ആംപിയർ. ഇത്ര എഴുതിയാലേ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിൽ ഫുൾ മാർക്ക് കിട്ടത്തുള്ളൂ. അപ്പം ദാറ്റ്സ് ഇറ്റ്. അപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ ചാപ്റ്ററിന്റെ പേര് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ്, വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങളാണ്. അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾ ഇത്തവണ 2 തരം എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടിനെ കുറിച്ചേ പഠിക്കുന്നുള്ളൂ. ഒന്നാമത്തെ എഫക്റ്റ് ഹീറ്റ് എഫക്റ്റ് ആണ്. പിന്നീട് നമ്മൾ ലൈറ്റ് എഫക്റ്റിലോട്ട് കിടക്കും. അപ്പൊ ഹീറ്റ് എഫക്റ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാം അയൺ ബോക്സ് പോലത്തെ ഉപകരണങ്ങളാണ് ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അപ്പം
ഹീറ്റ് എഫക്റ്റ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അതിന്റെ യൂസസ് എന്താണ്, അപ്പം ഒരു ഉപകരണത്തിൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യുമ്പോൾ ആ ഹീറ്റ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പഠിക്കാനുള്ളത്. അപ്പൊ ആദ്യം തന്നെ നമുക്കൊരു ലോ പഠിച്ചു തുടങ്ങാം, ജൂൾസ് ലോ എന്ന് ഇതിനു മുമ്പ് ആരെങ്കിലും ഒക്കെ കേട്ടിട്ടുണ്ടാകും. ഇപ്പൊ ജൂൾ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഒരു ഉപകരണത്തിൽ കറണ്ട് ജനറേറ്റ് ചെയ്യപ്പെടുന്നതിനെ കുറിച്ച് ഇക്വേഷൻ കണ്ടുപിടിച്ചപ്പോൾ പറഞ്ഞ ലോയാണ് ജൂൾസ് ലോ എന്ന് പറയുന്നത്. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ ഈ ഷെയ്ഡ് ചെയ്ത് വെച്ചേക്കുന്നത് ഒരു കണ്ടക്ടറാണ്. കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട് കടത്തിവിടുന്ന ഉപകരണം, അല്ലെങ്കിൽ കറണ്ട് കടത്തിവിടാൻ പറ്റുന്നതിനെയാണ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇതൊരു കണ്ടക്ടറാണ്. അപ്പൊ ഈ കണ്ടക്ടറിലോട്ട് ഞാൻ വൈദ്യുതി കടത്തിവിടുകയാണ്. ഞാൻ വൈദ്യുതി കടത്തിവിടുന്ന വൈദ്യുതിയുടെ അളവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ I ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ ഈ ഷെയ്ഡ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു കണ്ടക്ടറാണ്. ആ കണ്ടക്ടറിലൂടെ ഞാൻ ക്യാപിറ്റൽ ലെറ്റർ I എമൗണ്ട് ഓഫ് കറണ്ട് പാസ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പൊ ഞാൻ ആ കറണ്ട് കടത്തിവിടുന്ന സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്മോൾ ലെറ്റർ T ആണ്. ഈ കണ്ടക്ടറിലൂടെ ഞാൻ കറണ്ട് കടത്തിവിടുന്ന സമയം സ്മോൾ ലെറ്റർ T ആണ്. അപ്പൊ ഈ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ്, എല്ലാ സാധനങ്ങൾക്കും ഓരോ റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പൊ ഈ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ ലെറ്റർ R ആയിട്ട് എടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കുറച്ചു നേരം കറണ്ട് വിട്ട് കഴിയുമ്പോൾ ഇതൊരു കോപ്പർ വയറാണോ അങ്ങനെ എന്തെങ്കിലും സങ്കല്പിക്കുക, കോപ്പർ റോഡാണെന്ന് സങ്കല്പിക്കുക. കുറച്ചു നേരം കറണ്ട് വിട്ട് കഴിയുമ്പോൾ തൊട്ട് നോക്കുമ്പോൾ ഇതിലൊരു ചൂട് ഉണ്ടായിട്ടുണ്ടാവും. താപം ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ടുണ്ടാകും. അപ്പൊ ആ താപത്തിന്റെ ഇക്വേഷൻ ആണ് പറഞ്ഞു വിടുന്നത്. ഒരു കണ്ടക്ടർ, അതിന്റെ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ ലെറ്റർ R, അതിൽ കറണ്ട് കടത്തിവിട്ട സമയം സ്മോൾ ലെറ്റർ T, കടത്തിവിട്ട കറണ്ടിന്റെ അളവ് ക്യാപിറ്റൽ ലെറ്റർ I ആണെങ്കിൽ അതിൽ ജനറേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഹീറ്റിന്റെ ഇക്വേഷൻ H ഈക്വൽ ടു, ഉൽപ്പാദിപ്പിക്കപ്പെട്ട താപത്തിന്റെ ഇക്വേഷൻ H ഈസ് ഈക്വൽ ടു I സ്ക്വയർ R T, I സ്ക്വയർ ഇൻറ്റു R ഇൻറ്റു T. ഇതാണ് ജൂൾ പറഞ്ഞിട്ടുള്ള ഹീറ്റ് ജനറേറ്ററിന്റെ ഇക്വേഷൻ. അപ്പൊ ജൂൾസ് ലോ എന്താന്ന് നമുക്ക് നോക്കാം. ജൂൾസ് ലോ ഇതാണ്. ദ ഹീറ്റ് ജനറേറ്റഡ് denoted by capital letter H in a current carrying conductor is directly proportional to the product എന്ന് വെച്ചാൽ മൾട്ടിപ്ലൈ ചെയ്യുക, to the product of the square of the current I in the conductor, the resistance of the conductor capital letter R and time T of flow of current. അപ്പോൾ ഒന്നും കൂടെ ഞാൻ പറയാം. H is equal to product of എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആണ്. എന്തിന്റെയൊക്കെ പ്രൊഡക്റ്റ് ആണ്? പ്രൊഡക്റ്റ് ഓഫ് ദ സ്ക്വയർ ഓഫ് ദി കറണ്ട്. അപ്പം കറണ്ട് എന്ന് വെച്ചാൽ I ആണ്. ഐയുടെ സ്ക്വയർ ഓഫ് ദ കറണ്ട്, പിന്നെ എന്താണ്? റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ ആൻഡ് ടൈം. ഓക്കെ, അതായത് ഒരു ഉപകരണത്തിലൂടെ വൈദ്യുതി കടത്തിവിടുമ്പോൾ അവിടെ താപം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അതിന്റെ താപത്തിന്റെ അളവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈദ്യുത പ്രവാഹത്തിന്റെ തീവ്രത, പ്രതിരോധം, വൈദ്യുതി കടന്നു പോകുന്ന സമയം എന്നിവയോട് നേർ അനുപാതത്തിലായിരിക്കും എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ ഇവിടെ ആറും ടീനേക്കാളും കൂടുതൽ I സ്ക്വയർ ആണ് എടുത്തേക്കുന്നത് അല്ലെ. ആറും ടീയും കൊടുത്തതുപോലെ അല്ല, ഐയുടെ സ്ക്വയർ, കറണ്ടിന്റെ സ്ക്വയർ ആണ് എടുത്തേക്കുന്നത്. അപ്പൊ എപ്പോഴും ഒരു ഉപകരണത്തിലെ താപത്തിനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറണ്ട് ആയിരിക്കും. അപ്പൊ കറണ്ട് ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ച് ഹീറ്റിൽ വളരെ വലിയ വേരിയേഷൻസ് ആയിരിക്കും സംഭവിക്കുന്നത്. അപ്പം H ഈസ് ഈക്വൽ ടു I സ്ക്വയർ RT എന്ന് പറയുന്ന ഇക്വേഷൻ ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ ചോദിക്കുമ്പോൾ ഐയും, അതായത് കറണ്ട്, റെസിസ്റ്റൻസ്, ടൈമും തന്ന് ഹീറ്റ് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ചില അവസ്ഥകളിൽ കറണ്ട് തരില്ല, പകരം പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നിട്ട് നമ്മളോട് എന്ത് കണ്ടുപിടിക്കാൻ പറയും? ഹീറ്റ് കണ്ടുപിടിക്കാൻ പറയും. അപ്പം ഒന്നെങ്കിൽ അതായത് വിയും ആർ, പൊട്ടൻഷ്യൽ ഡിഫറൻസ്, റെസിസ്റ്റൻസ്, ടൈം, ഇത്രയും കാര്യങ്ങൾ തന്നിട്ട് ഹീറ്റ് കണ്ടുപിടിക്കാൻ പറയുമ്പം ഒന്നെങ്കിൽ എന്ത് ചെയ്യുക? I ഈക്വൽ ടു V/R യൂസ് ചെയ്തിട്ട് കറണ്ട് എന്താന്ന് കണ്ടുപിടിച്ചിട്ട് ഈ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്യുക. അതല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ H ഈസ് ഈക്വൽ ടു V സ്ക്വയർ ബൈ R ഇൻറ്റു T ആണ്. അതേപോലെ തന്നെ ചില ക്വസ്റ്റ്യനിൽ R, റെസിസ്റ്റൻസ് എന്താന്ന് തരില്ല, പകരം പൊട്ടൻഷ്യൽ ഡിഫറൻസ്, കറണ്ട്, ടൈം ഇത്രയും തന്നിട്ട് എന്ത് ചെയ്യും? ഹീറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി പറയും. അപ്പൊ യൂസ് ചെയ്യാനുള്ള ഇക്വേഷൻ H ഈസ് ഈക്വൽ ടു V ഇൻറ്റു, അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻറ്റു കറണ്ട് ഇൻറ്റു ടൈം. അപ്പം മെയിൻ ആയിട്ട് ഹീറ്റ് ജനറേറ്റഡ് എന്ന് പറയുമ്പോൾ ജൂൾസ് ലോ ഓർത്തിരിക്കുക. അതേപോലെ ഈ 3 ഇക്വേഷൻസ് ഓർത്തിരിക്കുക. ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.